ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പലഹാരം ഉണ്ടാക്കാൻ പോവാണ്. അതിന് ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഏത്തപ്പഴം, ഇത് പുഴുങ്ങിയതാണ്. അപ്പോൾ ഇത് പുഴുങ്ങിയ ഏത്തപ്പഴം ബാക്കി വന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് വിചാരിച്ചാൽ ബ്രെഡും വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നാണ് ഒരു പുഴുങ്ങിയ പഴം, നന്നായിട്ട് പഴുത്ത പഴമായിരുന്നു. പിന്നെ കുറച്ച് കശുവണ്ടി വെച്ചിട്ടുണ്ട്, ഒരു ഏലക്ക, നിർബന്ധമില്ല, കുറച്ച് നെയ്യ്, അതായത് 1 ടീസ്പൂൺ നെയ്യ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആ ബ്രെഡ് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം എന്താണെന്ന്. ആ പുഴുങ്ങിയ പഴം ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഏലക്ക വെറുതെ പൊളിച്ചങ്ങോട്ട് ഇട്ടു. പൊടിച്ചൊന്നുമില്ല, പൊടിച്ചിടാം, ഞാൻ പൊളിച്ചൊന്നുമില്ല, വെറുതെ ഇട്ടു. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഏലക്ക ഇട്ടതും പഴവും ബ്രെഡും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ കുഴയ്ക്കേണ്ട ആവശ്യം വരുള്ളൂ. ഇതിന് നനവ് ഇച്ചിരി പോരാന്ന് തോന്നി, അല്ലെങ്കിൽ കുറച്ച് വലിയ പഴമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഈ ബ്രെഡിന് പോരാ. അത് ഞാൻ ഒരു സ്പൂൺ, കാണാമല്ലോ, 1 സ്പൂൺ വെള്ളം ഒഴിക്കുകയാണ് അതിലോട്ട്. പാലൊഴിക്കണമെങ്കിൽ ഒഴിക്കാം, ഞാനിപ്പോൾ വെള്ളമാണ് ഒഴിക്കണത്. നമുക്ക് നോക്കാം മതിയാവണോ കുഴയ്ക്കുമ്പോൾ. നമുക്ക് ഇത് ഒരു ഉരുള എടുക്കുകയാണ്. ഇനി നമ്മളിത് പരത്താൻ പോവാണ്, ചപ്പാത്തി പരത്തണ പോലെ പരത്താൻ പോവാണ്. അപ്പം നമുക്ക് പക്ഷേ ഇത് ഇങ്ങനെ വെറുതെ പരത്താൻ ഒക്കില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് പൊടി, അതായത് ഗോതമ്പ് പൊടിയോ മൈദാപ്പൊടിയോ എന്തെങ്കിലും ഒന്ന് പൊടി, നമ്മൾ ചപ്പാത്തിക്ക് നമ്മൾ പരത്താൻ നേരത്ത് ഇട്ട് കൊടുക്കണ പോലെ ഒന്നിട്ട് കൊടുത്തിട്ട് നമുക്ക് പരത്താം. ശക്തി പിടിച്ച് പരത്തരുത്, ശക്തിയില്ലാതെ പതുക്കെ പരത്തി കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇത് പരത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിപ്പോൾ ഷേപ്പ്ലെസ് അല്ലേ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട്, പാത്രമോ അങ്ങനെ ഇതിനെ പറ്റിയ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ എൻ്റെ പാത്രം, ഞാൻ ആ പാത്രം എടുത്തിട്ട് ഇപ്പം നല്ല റൗണ്ട് ഷേപ്പിൽ വന്നു, കണ്ടോ. ഇത് നമുക്കിത് ചുട്ടെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ഉണ്ടാക്കാം. ഈ നമുക്കെടുക്കാം, 2 സൈഡും ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ഒന്നുകൂടെ കാണിച്ചു തരാം. എടുത്തു. അപ്പോൾ ഈ വലിപ്പം നമുക്ക് നമ്മുടെ അനുസരിച്ച് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. കുറച്ച് വലുത് വേണമെങ്കിൽ നന്നായിട്ട് കുറച്ചും കൂടി നീളത്തിൽ പരത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടാൽ മതി. ഇത്തിരി ഷേപ്പ് കിട്ടിക്കോട്ടെ എന്ന് വെച്ച് കാണാനൊരു ഭംഗിക്കാണ് ഞാനിപ്പോൾ ഇതെടുത്ത് മുറിച്ച് വെച്ചത്. നമ്മുടെ പുതിയ വിഭവം കണ്ടോ, എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? ഇത് നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇതിന് സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല, എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ സാധാരണ ചപ്പാത്തി വരട്ടി ഇതൊക്കെ പോലെ തന്നെ, പക്ഷേ ടേസ്റ്റ് കുറച്ച് മുന്നിൽ നിൽക്കും. ഈസിയുമാണ്. കുറഞ്ഞ് ഗോതമ്പ് മാവില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ബ്രെഡും ഇതുവരെ പുഴുങ്ങിയ പഴം തന്നെ വേണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര നേരം കണ്ടതിന് നന്ദി, നമസ്കാരം.